എനിക്ക് കുറച്ചധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു ഹാവോക്. കാരണം ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ഗാരത്ത് ഇവൻസ് ആണ്, നമ്മളെ റൈഡിനൊക്കെ ഡയറക്ടറാണ്. ആൻഡ് ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ടോം ഹാർഡിയാണ്. സോ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സോ അത് വേറെ ലെവലായിരിക്കും. ആൻഡ് അങ്ങനത്തെ ഡയറക്ടർ വരുമ്പോൾ ടോം ഹാർഡിയോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ പടമാണ്, നമ്മൾ റൈഡ് പോലത്തെ മൂവീസ് ഒക്കെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂവി വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വലിയ സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു മൂവീസ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം റൈഡ് മൂവീസിൽ നമുക്ക് കിട്ടിയ ഒരു അഡ്രിനൽ റഷ് ഉണ്ടല്ലോ, മൂവി സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വേറെ ലെവലായിരുന്നു. ഒരു ക്യാരക്ടേഴ്സ് ആയാലും ഇവന്റ്സ് ആയാലും ഓരോ ഫൈറ്റ് സീക്വൻസ് ആയാലും നമ്മളിങ്ങനെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കൂലേ, അങ്ങനത്തെ ഒരു ലെവലായിരുന്നു ആ പടം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലോട്ട് വന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ആ ഒരു സ്റ്റോറി ലൈനിലൂടെ മൂവി മുന്നോട്ട് കൊണ്ടുപോകണം. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പ്രൊഡിക്റ്റബിൾ ആവുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സായിട്ട് വലിയ ഇമോഷൻസും നമുക്ക് തോന്നത്തില്ല, അല്ലെങ്കിൽ ഒരു ഇമോഷൻ കണക്ഷൻ ഒക്കെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊന്നും നമുക്ക് എവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ക്യാരക്ടേഴ്സിലായാലും ഇവന്റ്സിലായാലും എവിടെ തരാതെ വളരെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോയി കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയിട്ട് ഫില്ലപ്പ് ചെയ്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം, കുറച്ച് ബ്ലഡ് ബാത്ത് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള അതേ സ്റ്റോറി തന്നെയാണ്. ടോം ഹാർഡിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. അവിടെ ഒരു ഗ്യാങ് വാർ നടക്കും. പിന്നീട് അതിനുശേഷം അവിടെ ഒരാളെ രക്ഷിക്കാൻ പോകുന്നത്, അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റൈഡ് എന്നൊരു മൂവി നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു മൂവിയുടെ സ്റ്റോറി ആയാലും ശരി, ക്യാരക്ടേഴ്സ് ആയാലും ഇമോഷൻസ് ആയാലും നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സിനിമ കാണുമ്പോൾ ഓരോ സീക്വൻസും ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. അടുത്ത് എന്ത് നടക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫൈറ്റ് സീക്വൻസ് പോകണം, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫാക്ടർ ഫുൾ സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഒരു എൻഗേജിംഗ് എലമെന്റ് ഭയങ്കര കുറവായിരുന്നു. കാരണം വേറൊന്നുമല്ല, സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സിറ്റുവേഷൻസും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വേൾഡ് ബിൽഡ് അതൊക്കെ എത്തിക്കഴിഞ്ഞു. പിന്നീട് അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് വലിയ ഇമ്പാക്ട് ഒന്നും തോന്നത്തില്ല. അവിടെ എന്ത് നടന്നാലും നമുക്ക് ഒരു ഓക്കെ ഫീൽ ആണ്. അവരെന്തോ ചെയ്യട്ടെ എന്ന രീതിക്കാണ്. ഒരു പോയിന്റ് ഒക്കെ ചെറിയ രീതിയിൽ ലാഗ് അടുപ്പിച്ച് തുടങ്ങി. പക്ഷെ ആ ഒരു മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് ഓക്കെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറയുന്ന ഇതിലെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ആണ്. ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്സും ഗൺ ഫൈറ്റും അങ്ങനത്തെ കുറച്ച് ബ്ലഡ് ബാത്ത് ആയിട്ടുള്ള കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ എൻ്റയർ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആകെയുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ബാക്കിയുള്ള എന്നൊക്കെ പറയാൻ നമ്മൾ കണ്ടും അടുത്ത ടെംപ്ലേറ്റ് ഉള്ള അതേ ഐറ്റംസ് തന്നെ പിന്നെ റിപ്പീറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിൽ പോകുന്ന ഒരു മൂവിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓവറോൾ എനിക്ക് ഒരു ഓക്കെ ഫീൽ ആണ്. ആ ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ അടിപൊളിയായിട്ട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയെങ്കിലും ബാക്കി ഏരിയാസ് നോക്കുവാണെങ്കിൽ മൂവി വളരെ ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.